അല്ല, ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു കേട്ടു മാഷ് കുറച്ച് ദേഷ്യക്കാരനാണ് റെക്കോർഡിങ് സമയത്ത് എന്നൊക്കെ പറഞ്ഞു കേട്ടു. ശരിക്കും അങ്ങനെയാണോ? നേരിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. റെക്കോർഡിങ് സമയത്ത് എന്ന് പറയാൻ പറ്റില്ല. മാഷ് എല്ലാ രീതിയിലും ഉണ്ടാവും. സന്തോഷമായിരിക്കും എപ്പോഴും. നല്ല നമ്മുടെ അടുത്തൊക്കെ നല്ല കോമഡിയൊക്കെ അടിക്കും. അതൊക്കെ എപ്പോഴും ഉണ്ടാവും. ഒരുപാട് തമാശ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മാഷക്ക് രാവിലെ കറക്റ്റ് മാഷ് 7 to 1 മദ്രാസിലെ രീതിയാണ്. 7 to 1, 2 to 9 2 ഗോൾ ഷീറ്റാണ്. അപ്പോൾ 7 to 1 എന്ന് പറയുമ്പോൾ കൃത്യം 7 മണിക്ക് അതിന് ആൾ വരണം. അപ്പോൾ എന്നിട്ട് വന്ന് കയറി പറഞ്ഞാൽ മാഷ് എഴുത്ത് ആരംഭിക്കും. വയലൻസ്, ഫ്ലൂട്ട് എല്ലാം അങ്ങനെ എഴുതുവാണ്. അതൊരു 9 മണി വരെ പോകും അത്രയും എഴുത്ത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെർക്കഷൻ നമ്മൾ പിന്നെ 9 മണിക്ക് വന്നാലും മതി. എന്നാലും 7 മണിക്ക് മാഷ് കാണുമ്പോൾ 7 മണിക്ക് വന്നാലേ മാഷ് പറഞ്ഞു വിടും. ആരാണെങ്കിലും തിരിച്ച് പറഞ്ഞു വിടും. അത് 10 മിനിറ്റ് ലേറ്റ് ആയാലും പറഞ്ഞു വിടും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ അപ്പോൾ ഒരാൾ ഇത്തിരി, അതായത് നമുക്ക് പെർക്കഷനല്ല. അപ്പോൾ ആദ്യ മാസത്ത് നമ്മൾ അറ്റൻഡൻസ് വെച്ചിട്ട് പുറത്ത് നമ്മൾ സംസാരിച്ചിരിക്കും. മറ്റേ വയലൻസ് ഒക്കെ എഴുത്തുകാരുടെ കഴിയുന്നവരെ അത് കഴിഞ്ഞിട്ട് ഇരുന്ന് ഒരുമിച്ച് നോക്കുകയാണ്. അപ്പോഴേക്കും ഒരുത്തൻ ലേറ്റായിട്ട് വന്നു, നമ്മുടെ പെർക്കഷൻ വായിക്കുന്ന ഒരാൾ വന്നപ്പോൾ ഇവൻ ഈ പറഞ്ഞ പോലെ അവൻ ലേറ്റായിട്ട് 8 മണിക്ക് വന്നു. എന്നാലും മാഷിൻ്റെ 8 മണിക്ക് വന്നു എന്ന് അറിയിക്കാം. അപ്പം ഞാൻ പറഞ്ഞ് ഇപ്പം അങ്ങോട്ട് പോകണ്ട, 9 മണിയാകുമ്പോൾ നമുക്ക് അതുകൊണ്ട് പിടിക്കുമ്പോൾ പോയാൽ മതി, ഇപ്പോൾ അവിടെ നിൽക്കാൻ പറഞ്ഞു. പക്ഷേ ആശാൻ ഈ പറഞ്ഞ പോലെ അല്ല, 8 മണിക്ക് ഒന്നും അറിയിക്കാൻ വേണ്ടി മാഷിങ്ങനെ ഹാർമോണിയം വെച്ചെല്ലാം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോഴേക്കും ഈ പറഞ്ഞു ഈ ആശാൻ അവിടെ വന്നതൊക്കെ പുള്ളിക്കാരൻ ആദ്യമേ കണ്ടു. പുള്ളിയുടെ കണ്ണൊക്കെ മറ്റേ ഓന്തിൻ്റെ കണ്ണ് വരണം ഇങ്ങോട്ടൊക്കെ പോകുന്നത് എന്നുള്ള ആ രീതിയിലാണ്. അപ്പം പുള്ളിയാണെങ്കിൽ മാഷ് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് നിൽക്കുമ്പോൾ ഉടനെ അവിടെ നടന്ന് അവിടെ വന്ന് നിൽക്കുന്നു. മാഷ് ആള് വന്നപ്പോൾ തന്നെ കണ്ടായിരുന്നു. അവസാനം മാഷ് എല്ലാം നിർത്തിയിട്ട് സമയത്രയെന്ന് ചോദിച്ചു. വണ്ടി കിട്ടിയില്ല എന്ന് പറഞ്ഞു. പറഞ്ഞാൽ തിരിച്ചു പോകാൻ വണ്ടി കിട്ടുമോ? അത് കഴിഞ്ഞിട്ട് മാഷ് പറഞ്ഞു പോ എന്ന് പറഞ്ഞു. ഉടനെ അവൻ അകത്തോട്ട് കയറിയപ്പം അകത്തോട്ടല്ല പുറത്തോട്ടെന്ന് ഒരു കാര്യമില്ലാണ്ട് ആ സോങ് വായിപ്പിച്ചില്ല പുള്ളിയെ. പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള സോങ് മാത്രമേ വായിച്ചുള്ളൂ. ഗണേശന് ചീത്ത കേട്ടിട്ടുണ്ടോ? എനിക്കങ്ങനെ എൻ്റെ അടുത്ത് എന്തുകൊണ്ടോന്നും എനിക്കറിയില്ല. ഇങ്ങനെ ചീത്ത അങ്ങനത്തെ അവസരം ഉണ്ടായിട്ടില്ല. പിന്നെ മാഷ് നല്ല എപ്പോഴും നല്ല സംസാരവും ഒക്കെയാണ് എപ്പോഴും. മാഷിൻ്റെ ഈ തമാശയൊക്കെ ഭയങ്കരമായിട്ട് തമാശ പറയും. മാഷ് ഈ പറയും പോലെ ഒന്നുമല്ല.